സിറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ 31ാമത് സമ്മേളനത്തിന്റെ 3ാം സെഷൻ ഇന്ന് വൈകുന്നേരം സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സമാപിച്ചു. പൊന്തിഫിക്കൽ ഡെലഗേറ്റിന്റെ സന്ദർശന വേളയിൽ തന്നെ ചേർന്ന സിനഡ് സമ്മേളനത്തിന് തുടക്കം ഏറെ ആകാംക്ഷ നിറഞ്ഞതായിരുന്നുവെങ്കിലും ഏവർക്കും പ്രതീക്ഷ ഉണർത്തിയാണ് സമാപിച്ചത്. വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉയർന്നു വന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് ഏറെ അയവ് വരുത്താൻ കഴിഞ്ഞു എന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഏതായാലും ഇപ്പോഴത്തെ അനുരഞ്ജന സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ പൊന്തിഫിക്കൽ ഡെലഗേറ്റിന്റെ സഹായവും അതിരൂപത പ്രതിനിധികളുമായി പരിഹാര സംഭാഷണത്തിന് നിയോഗിക്കപ്പെട്ട സിനഡ് കമ്മിറ്റിയുടെ പ്രവർത്തനവും ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട് എന്നത് പ്രസ്താവ്യമാണ്. ബന്ധപ്പെട്ട അതിരൂപത പ്രതിനിധികളുമായി കമ്മിറ്റി നടത്തിയ സംഭാഷണത്തിൽ പ്രതീക്ഷയുണർത്തുന്ന ധാരണകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അവ പൊന്തിഫിക്കൽ ഡെലഗേറ്റിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് മാർപ്പാപ്പയും പൗരസ്ത്യ കാര്യാലയവുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് കരുതപ്പെടുന്നു. അതിരൂപതയുടെ അനുദിന ഭരണത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ സഹായിക്കുക എന്ന ദൗത്യവും ഈ കമ്മിറ്റിക്കുണ്ട്. നമ്മൾ സിനഡിന്റെ സർക്കുലറിലേക്ക് കടക്കുകയാണ്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തന്റെ സഹശുശ്രൂഷകരായ മെത്രാപ്പോലിത്താമാർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും അൽമായ സഹോദരങ്ങൾക്കും എഴുതുന്ന സർക്കുലർ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സിറോ മലബാർ സഭയുടെ 31ാമത് സിനഡിന്റെ 3ാമത് സമ്മേളനം 2023 ഓഗസ്റ്റ് മാസം 21 മുതൽ 26 വരെ സഭാ കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്നു. നമ്മുടെ സഭയെയും സമൂഹത്തെയും ബാധിക്കുന്ന സമകാലിക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രതിസന്ധികൾക്കുള്ള പരിഹാരം പ്രാർത്ഥനാപൂർവം അന്വേഷിക്കുവാനുമാണ് സിനഡ് പിതാക്കന്മാർ ശ്രമിച്ചത്. സിനഡിന്റെ വിജയത്തിനായി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പൊന്തിഫിക്കൽ ഡെലഗേറ്റിന്റെ ദൗത്യ നിർവഹണം. പതിറ്റാണ്ടുകളായി നമ്മുടെ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിനായി നാം പരിശ്രമിക്കുകയായിരുന്നല്ലോ. സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴികെ മറ്റെല്ലാ രൂപതകളിലും ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലായി. ഈ വിഷയത്തിൽ അതിരൂപതയിൽ രൂപപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ വിവിധ തലങ്ങളിൽ പരിശ്രമിച്ചെങ്കിലും വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനുള്ള അവസാന മാർഗം എന്ന നിലയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ പൊന്തിഫിക്കൽ ഡെലഗേറ്റായി നിയമിച്ചത്. ഓഗസ്റ്റ് 4 കേരളത്തിലെത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗം ജനങ്ങളുമായി തന്റെ ദൗത്യത്തിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തി. എന്നാൽ പൊന്തിഫിക്കൽ ഡെലഗേറ്റിനെതിരെ എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിലുണ്ടായ പ്രതിഷേധം സഭയ്ക്ക് അഗാധമായ ദുഃഖമുണ്ടാക്കി. അദ്ദേഹത്തിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് പൊതുസമൂഹത്തിലും സാർവത്രിക സഭയിലും നമ്മുടെ സഭയ്ക്ക് ഏറെ അപമാനമുണ്ടാക്കി. ഓഗസ്റ്റ് 21, 22 തീയതികളിലായി 2 തവണ പൊന്തിഫിക്കൽ ഡെലഗേറ്റ് സിറോ മലബാർ സിനഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അച്ചടക്കവും കൂട്ടായ്മയും ഇല്ലാതെ സഭയ്ക്ക് മുൻപോട്ട് പോകുക സാധ്യമല്ലെന്നും അതിനായുള്ള കർശന നടപടികൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം സിനഡിനെ അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും പൊന്തിഫിക്കൽ ഡെലഗേറ്റ് വഴി പരിശുദ്ധ പിതാവിന്റെ തീരുമാനത്തിന് വിധേയമായിരിക്കും. തന്റെ ആദ്യഘട്ട ദൗത്യം പൂർത്തിയാക്കി ഓഗസ്റ്റ് 23 തീയതി റോമിലെത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഓഗസ്റ്റ് 4 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ താൻ നടത്തിയ സന്ദർശനത്തെക്കുറിച്ചും അതിരൂപതയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെക്കുറിച്ചും പരിശുദ്ധ പിതാവിനെ അദ്ദേഹം അറിയിച്ചു. മാർപ്പാപ്പയുടെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെയും നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതായി അദ്ദേഹം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ അറിയിച്ചു. ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിക്കും അതിരൂപതയുടെ പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആർച്ച് ബിഷപ്പ് വാസിൽ നൽകിയിട്ടുണ്ട്. ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള സിറോ മലബാർ സിനഡിന്റെയും മാർപ്പാപ്പയുടെയും തീരുമാനം പൂർത്തിയാക്കുന്നതിനു വേണ്ടിയുള്ള തന്റെ ദൗത്യം തുടരുമെന്നും പൊന്തിഫിക്കൽ ഡെലഗേറ്റ് അറിയിച്ചിട്ടുണ്ട്. പൊന്തിഫിക്കൽ ഡെലഗേറ്റിന്റെ ദൗത്യം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളുമായി ചർച്ച തുടരുവാൻ സിനഡ് തീരുമാനിച്ചു. സംഭാഷണം സുഗമമാക്കാൻ 9 മെത്രാന്മാരടങ്ങിയ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഉരുത്തിരിയുന്ന പരിഹാര മാർഗങ്ങൾ പൊന്തിഫിക്കൽ ഡെലഗേറ്റ് വഴി പരിശുദ്ധ പിതാവിന് സമർപ്പിക്കുകയും ശ്ലൈഹ സിംഹാസനം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ്. വ്യക്തിപരമോ പ്രാദേശികമോ ആയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് നമുക്കൊരു മനസ്സോടെ മുന്നോട്ട് നീങ്ങാം. എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ബലിവേദി നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഉറവിടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് വിഘാതമാകുന്ന പ്രസ്താവനകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെ പരിഹാരം ഈ വർഷത്തെ 8 നോമ്പ് ആചരണത്തിലെ പ്രത്യേക നിയോഗമായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മണിപ്പൂർ കലാപം മതേതര ഭാരതത്തിന്റെ ഹൃദയത്തിലേറ്റ ആഴമേറിയ മുറിവാണ് മണിപ്പൂർ കലാപം. സാമൂഹിക സംവരണത്തെക്കുറിച്ചുള്ള കോടതി വിധിയോടുള്ള പ്രതിഷേധമായി പൊട്ടിപ്പുറപ്പെട്ട ഗോത്ര കലാപമായാണ് മണിപ്പൂരിലെ സംഘർഷങ്ങൾ ആരംഭിച്ചത്. ഈ സംഘർഷത്തിന്റെ മറവിൽ ഇരു ഗോത്രങ്ങളിലെയും ആളുകൾ പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഇവരിൽ നല്ലൊരു പക്ഷം ക്രൈസ്തവരാണ്. കലാപത്തിൽ 170-ൽ പരം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ആയിരക്കണക്കിന് ഭവനങ്ങളും ആരാധനാലയങ്ങളും തകർക്കപ്പെടുകയുമുണ്ടായി. 10,000-ങ്ങൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വന്നു. അത്യാധുനിക ആയുധങ്ങളുമായി കലാപകാരികൾ കഴിഞ്ഞ 3.5 മാസക്കാലമായി അഴിഞ്ഞാടുന്ന സാഹചര്യത്തിൽ ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവരാൻ സർക്കാർ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ തികച്ചും ആശങ്കാജനകമാണ്. മണിപ്പൂർ കലാപത്തിനെതിരായ വികാരം രാജ്യമൊന്നാകെ ജാതി മതഭേദമന്യേ ഉയർന്നു എന്നത് മതേതര ഭാരതത്തിൽ പ്രത്യാശ വയ്ക്കുന്ന വസ്തുതയാണ്. മണിപ്പൂരിലെ നമ്മുടെ സഹോദരങ്ങളുടെ സങ്കടത്തിൽ അവരോടൊപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മണിപ്പൂരിൽ സമാധാനവും ശാന്തിയും സുഗമമാക്കാൻ നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. മണിപ്പൂരിനെ പുനർനിർമ്മിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഭാരത കത്തോലിക്ക സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട്. കാരിത്താസ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സഭ എല്ലാവിധത്തിലുമുള്ള പിന്തുണയും നൽകുന്നുണ്ട്. മണിപ്പൂരിൽ ഭവനരഹിതരും അനാഥരുമായി തീർന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ വിവിധ രൂപതകളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നതും സ്വാഗതാർഹമാണ്. മണിപ്പൂരിനെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നാം എല്ലാവരും ആത്മാർത്ഥമായി സഹകാരികളാകണം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയും വെബ്സൈറ്റും. സിറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി 2024 ഓഗസ്റ്റ് 23 മുതൽ 25 വരെയുള്ള തീയതികളിൽ പാലാ രൂപതയുടെ അജപാലന കേന്ദ്രമായ അൽഫോൻസിയൻ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടക്കപ്പെടുകയാണ്. കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും
സിറോ മലബാർ സഭയിൽ എന്നതാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പ്രമേയം. ഇടവക രൂപത തലങ്ങളിലും സന്യാസ സമൂഹങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ സഭാംഗങ്ങളെല്ലാവരും ക്രിയാത്മകമായ ചർച്ചകൾ നടത്തണം. നിങ്ങളുടെ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അസംബ്ലിക്കുള്ള പ്രവർത്തന രേഖ തയ്യാറാക്കുന്നതാണ്. സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ വിജയകരമായ നടത്തിപ്പിന് നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ആവശ്യമാണ്. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ കൂടുതൽ ദൃശ്യമാക്കുന്നതിന്റെ ഭാഗമായി സിറോ മലബാർ സഭയുടെ നവീകരിച്ച വെബ്സൈറ്റ് ഈ സിനഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സിറോ മലബാർ സഭയെക്കുറിച്ചും സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ ലഭ്യമാകുന്ന വിവരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുമല്ലോ. ഗോരഖ്പൂർ രൂപതയ്ക്ക് പുതിയ ഇടയൻ. സിറോ മലബാർ സഭയുടെ ഗോരഖ്പൂർ രൂപതയുടെ പുതിയ ഇടയനായി ചെറുപുഷ്പ സന്യാസ സഭാംഗമായ ഫാദർ മാത്യു നെല്ലിക്കുന്നേൽ CST മാർപ്പാപ്പ നിയമിച്ചു. നിയുക്ത മെത്രാനും ഗോരഖ്പൂർ രൂപതയ്ക്കും എല്ലാ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനാപൂർവം നേരുന്നു. കഴിഞ്ഞ 17 വർഷമായി ഗോരഖ്പൂർ രൂപതയെ വളർച്ചയുടെ പാതയിൽ കൃപയോടെ നയിച്ച അഭിവന്യ മാർ തോമസ് തുരുത്തിമറ്റം CST പിതാവിനോട് സിറോ മലബാർ സഭ ഏറെ കടപ്പെട്ടിരിക്കുന്നു. സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് ഗോരഖ്പൂർ രൂപതയ്ക്കും പിതാവിന്റെ ശ്ലൈഹിക ശുശ്രൂഷ വഴി വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നല്ല ദൈവത്തിന്റെ കരുതലാർന്ന പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന്റെ അനുഗ്രഹീത മാതാവും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെയും മാധ്യസ്ഥ്യം നമുക്ക് സഹായകമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും 2023 ആണ്ട് ഓഗസ്റ്റ് മാസം 26-ാം തീയതി നൽകപ്പെട്ടത്. കർദിനാൾ ജോർജ് ആലഞ്ചേരി, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്. നന്ദി, നമസ്കാരം.